ഹലോ ഗൈസ്, എല്ലാവർക്കും വീണ്ടും ഒരു മീൻ പ്രേമിയുടെ സ്വാഗതം. കുറേ നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ എന്താ പറയുക, ഗൾഫിലായതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ മാത്യു ചാട്ടൻ ഡിവൈൻ ബെറ്റാസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ കൂടെ ഒരു വീഡിയോ, ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടുള്ളതാണ്. അതെ, നമ്മുടെ മാത്യു ചാട്ടൻ്റെ കൂടെ വ്ളോഗ് ചെയ്ത് നമുക്ക് തകർക്കാം. ഇന്ന് വ്ളോഗ് ചെയ്ത് തകർക്കുന്നൊക്കെ പറയുന്നത്. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട് നോക്കാം, നമുക്ക് സെറ്റാക്കാം. ഇവിടെ ഇവനാണ് പ്രശ്നക്കാരൻ. കണ്ടിട്ട് കുറെ നാളായിരുന്നു. ഡിവൈൻ ഗപ്പീസ്, ഇതാണ് ഡിവൈൻ ഗപ്പീസ്. വാല് ഏറ്റവും കുറവ് റിപ്പോർട്ടാ. ഇതാണ് ഫസ്റ്റ് ടാങ്ക്. ഇതില് മീനുകൾ ഉണ്ടോ എന്ന് സംശയം. ഗാലക്സിയുടെ കുഞ്ഞുങ്ങളാണ്. കാണാം, നോക്കിയാലേ കാണാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേക മീനുകളാണ്. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഫോക്കസ് ആവുന്നില്ല ഗൈസ്. എൻ്റെ ഫോണിൽ കിട്ടിയില്ല, പക്ഷെ ഋഷിയുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഋഷിയുടെ ഫോണിനകത്തും ഞാൻ നിങ്ങൾക്ക് മീനെ കാണിച്ചു തരാം. എനിക്ക് എളുപ്പമാക്കണം. ഇതൊരു 2 ആഴ്ച പ്രായമായിട്ടുള്ള വിക്ടേൽ ഗാലക്സിയുടെയും പിന്നെ ബ്ലൂ ഡംബോടെ ഒരു കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിനും കൂടെ ഞാൻ ഇങ്ങോട്ട് ഇട്ടായിരുന്നു. മൊയ്നാനും കാണാം. ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ മൊയ്നെ കാണുന്നത്. കുറേ മൊയ്നെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ യഥാർത്ഥത ഞാൻ രേഖപ്പെടുത്തുന്ന ഈ അവസരത്തിൽ. ഇതാണ് ഡിവൈൻ ഫാമിന്റെ പ്രത്യേകത. കണ്ടില്ലേ, കുഞ്ഞുങ്ങളുടെ കൂടെ ഫുള്ള് മൊയ്നാസ് ആയിരിക്കും. ഫുൾ ടൈം ഫീഡ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നല്ല ഗ്രോത്ത് ആയിരിക്കും ഇവർക്ക്. ഒരു വൈൽഡിൽ എങ്ങനെയാണ് ബെറ്റാസ് വളരാ, അത് നമുക്ക് ശരിക്കും ഇതിൽ കാണാം. അതല്ലേ മൊയ്ന ബോറടിക്കുമ്പോ ബ്ലഡ് വേംസ്, ബുഫേ വെറുതെ അല്ല. ഈ മീനുകളൊക്കെ നല്ല സൈസാണ്. ഇത് ഭയങ്കര സപ്പോർട്ടൊക്കെ ആണ്. ഇവിടെ ഒരു 9 കുളമുണ്ട്. 9 അല്ലേ? 9 കുളമുണ്ട്. ഇവിടെ നിന്ന് നമ്പറിങ് ഇട്ടേക്കണം. അത് ഒന്നാമത്തെ കുളം നമ്മൾ കണ്ടു. രണ്ടാമത്തെ കുളത്തിൽ കുറച്ചും കൂടെ സൈസായ കുറച്ച് കുഞ്ഞുങ്ങളാണ്. എക്സ്പെരിമെൻ്റാണ്. ഇതൊരു വെറൈറ്റിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഗാലക്സിയാണ്, അത്ര അറിഞ്ഞാൽ മതി. ഇത് എത്ര പ്രായമുണ്ട്? ഇത് ഒരു 3-4 മാസം ആയതാണ്. 3 മാസം പ്ലസ് ആയതാണ്. ഇത് ഭയങ്കര സ്ലോ മ്യൂട്ടേഷനാണ് ഈ ടൈപ്പ്. അത്ര ഞാൻ കുറച്ച് ക്ലൂകളൊക്കെ തരുന്നുള്ളൂ ഈ വെറൈറ്റിയെ കുറിച്ച്. നമ്മളൊരു സീക്രട്ട് വെറൈറ്റി ആണല്ലേ? സീക്രട്ട് എന്ന് പറയാം. ട്രൈയിങ് ടു ഡെവലപ്പ് വരുന്നുള്ളൂ. കണ്ടിട്ട് അയൺമാൻ എന്നൊക്കെ ഒരു തോന്നിയാലിടും. അയൺമാൻ എന്നല്ല, ഗാലക്സി വെറൈറ്റി ആണ്. ബൈക്കുള്ള അത്രയും മതി. അത് ഫീമെയിൽ. പക്ഷെ ഇതിനകത്ത് ഒരു 5-6 ഒക്കെ എങ്കിലും കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. അടുത്ത ജനറേഷൻ നമ്മൾ റെഡി ആവുള്ളൂ. ഓക്കെ, ഇത് F1 ആണോ F2 ആണോ? F2 ആണ്. സെലക്റ്റീവ് ബ്രീഡിംഗ് കിങ് ഉണ്ട്. എന്നെ സെലക്റ്റീവ് ബ്രീഡിംഗ് ഒക്കെ പഠിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്നത്. ആശാൻ മാത്യൂസ്. എന്റെ ശിഷ്യനായിട്ട് വന്ന് കയറിയതാ. പക്ഷെ പിന്നെ ആളെ കണ്ടില്ല. ഗൾഫിൽ പോയി എന്നൊക്കെ പറയുന്നത് ആർക്കറിയാം. അറബികള്. എട്ടാമത്തെ കുളം, 4ാമത്തെ കുളം. ഇതിനകത്ത് കോപ്പർ അവതാറായിരുന്നു ആണ്. പക്ഷേ ക്ലൈമറ്റും കുറേ കാര്യങ്ങളും കൊണ്ടും എല്ലാം എനിക്ക് അത്ര ഭയങ്കരമായ റിസൾട്ട് കിട്ടിയില്ല. കുറച്ച് പേരെ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ചെയ്തവരെ ഞാൻ റെഡി ആയി കഴിയുമ്പോൾ സെയിലിനിടും. ആവശ്യമുള്ളവർക്ക് അന്നേരം എടുക്കാം. കാണാൻ പറ്റും. ഈ ടാങ്ക് എനിക്ക് തോന്നുന്നു ക്ലീൻ ചെയ്തിട്ട് പുതിയൊരു സെറ്റ് ആക്കിയതാണ്. അപ്പൊ അതിന്റെ അടിയിലുണ്ടല്ലേ എല്ലാ ടൈപ്പ് സാധനമുണ്ട്. മണ്ണ്, അതായത് ഓരോ സ്ഥലത്ത് ഓരോ പിടി മണ്ണ്, ഇലകള്. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ ഇലകളൊക്കെ മണ്ണും ഇലയൊക്കെ ശാല വരുന്നത് നല്ലതാണ്. പെട്ടെന്നൊരു വെള്ളം കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ കൃമികീടങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കും തിന്നാൻ കിട്ടും ബോണസായിട്ട്. അതായത് ഈ വെള്ളം നോക്കുകയാണെങ്കിൽ അത്ര പ്യുവർ അല്ല. അതിനുള്ള എപ്പോഴും
എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അത് കാരണമാണ് ഈ കുഞ്ഞുങ്ങള് സുഖമായിട്ട്. ഇവർക്ക് ഫീഡ് കൊടുക്കാറില്ലല്ലോ ഈ ടാങ്കില്? എന്ത് കൊടുക്കാറ്? ഡാഫ്നിയ. ഫീഡ് കൊടുക്കുന്നുണ്ട്. ഡാഫ്നിയ ഫീഡിങ് ഉണ്ട്. ഓക്കെ. സ്റ്റേജ് കഴിഞ്ഞു. ഡാഫ്നിയ തിന്നു തുടങ്ങി. അപ്പോൾ ഡാഫ്നിയ കൊടുക്കും. ഡാഫ്നിയ അത് എങ്ങനെയാണ്? ഒരു നേരം കൊടുക്കുക അല്ലെങ്കിൽ ഇട്ട് കൊടുക്കും? ഒരു ദിവസം ഒരു നേരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്നോളൂ. ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ ഡാഫ്നിയ നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം വരെ അതിനകത്ത് കിടന്നോളൂ. ആർട്ടീമിയല്ലേ കാണുന്നത്? ഫ്രോസൺ ആർട്ടീമിയാണ് കാണുന്നത്. ഫ്രോസൺ ആർട്ടീമിയ നമ്മൾ കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്. ട്രെയിനിങ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു വലിപ്പം തൊട്ട് നമുക്ക് ഒരു സ്പൂണൊക്കെ ജസ്റ്റ് ഇട്ടേച്ച് പോകും. ജസ്റ്റ് ഒന്ന് തിന്ന് പഠിക്കും. ഈ ഒരു സൈസ് വേണമെങ്കിൽ ഇമാർക്ക് ഇപ്പോഴും ഫ്രോസൺ തിന്നാണ്. നമ്മള് ഡാഫിനി ഉള്ളപ്പോൾ ഇമാര് ഫ്രോസൺ പ്രിഫർ ചെയ്യില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കുറേശ്ശെ ഇപ്പോഴെ കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം വരെ കഴിയുമ്പോഴത്തേനും നമുക്ക് ഡാഫിനി കൊടുത്തില്ലെങ്കിൽ അമ്മര് ഫ്രോസൺ എടുത്തോളൂ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഗ്ലോ ഗാലക്സി അല്ലേ? ഞാൻ വീഡിയോയിൽ കണ്ടു. ആദ്യമായിട്ട് കാണുന്നത്. എന്താണ് ഗ്ലോ ഗാലക്സിയെ കുറിച്ച് പറയാൻ? ഒന്നും പറയാനില്ല, അടിപൊളി. ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇത് എത്ര നേരം എടുത്തതിലൊക്കെ ഇങ്ങനെ കളർ കയറ്റാൻ? ഇതങ്ങനെ അതാണ് മൊത്തത്തിൽ ആൾക്കാർക്കുള്ള. നീ ചോദിച്ചാൽ നന്നായി. ആൾക്കാർ ഓരോ മീനിനെ പിടിച്ച് നമ്മൾ കുത്തി അങ്ങനെ ഒരിക്കലും അല്ല. ഇത് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ നമ്മള് വേറൊരു വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കിയ കമ്പനികളുടെ കാര്യമൊക്കെ. എംബ്രയോ സ്റ്റേജിൽ അതിന്റെ ജീൻ മോഡിഫിക്കേഷൻ നടത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ ബെറ്റയുടെ കാര്യത്തിൽ യൂസ്ഫുൾ ആയിപ്പോയി. കാരണം സെല്ലോഫൈനിന് പകരമാണ് ഈ കളർ വരുന്നത്. സെല്ലോഫൈൻ ആയിപ്പോണ്ട് തെറ്റായിരുന്നു. അത് ഗ്ലോ ആക്കി. മീനിന്റെ കാര്യത്തിൽ ഇത് ലാഭമാണ്. മീനിന് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് മാറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ചേഞ്ച് ആണ്. അടുത്ത കുളം ഡംബോ വൈറ്റ് ഡംബോ. നല്ല പീസുകൾ ഹാർവെസ്റ്റ് ചെയ്താണ്. യെല്ലോ അല്ലേ? ഫീമെയിൽസ് നടക്കുന്നുണ്ട്. യെല്ലോ ഗാലക്സി നിങ്ങൾ പണ്ട് തൈലൻഡിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനം. അതിലെ കുറച്ച് നല്ല ചെറിയ മീനാണ്, സൈസ് കുറവുള്ള നല്ലതാണെന്ന് തോന്നുന്നവരെ ഞാൻ അതിൻ്റെ അടുത്തുള്ള കുളങ്ങളിലേക്കൊക്കെ ഇടാറുണ്ട്. അങ്ങനെ വന്നതാണ് ഇത്. നമുക്ക് ഒരു പുതിയ ഫാഷൻ വീഡിയോ നമുക്ക് ഇറക്കണമല്ലോ. എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ കോപ്പി ഇട്ടില്ല. ഡംബോസ് വൈറ്റ് ഡംബോ. എത്ര മാസം? ഒരു 3-4 മാസം ആയതാണ്. നമ്മൾ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പിന്നെ അത്ര ക്വാളിറ്റി കുറഞ്ഞത് മേൽസുകളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് മടിയനായതുകൊണ്ട് എല്ലാത്തിനും ബോട്ടിൽ ചെയ്തിട്ടില്ല. പക്ഷെ യെല്ലോ ക്യാൻഡി, യെല്ലോ ക്യാൻഡി ഗാലക്സി മുന്നത്തെ കാഴ്ചയാണ്. ഈ ടാങ്കെല്ലാം സെറ്റ് ചെയ്ത് അടുത്ത കാഴ്ച നടത്താറായതാണ്. ഗ്ലോ. ഇത് കളർ കുത്തിയിരിക്കുന്നില്ല ഗൈസ്, ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇഞ്ചെക്ട് ചെയ്യണമല്ല, അല്ല കളർ കുത്തിയിരിക്കുന്നില്ല, ഇഞ്ചെക്ട് ചെയ്യണമല്ല, ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ ആണ്. ഓരോ ബാച്ചിനും നമ്മൾ സ്പെഷ്യലായിട്ട് മോഡിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ഓൾറെഡി മോഡിഫൈ ചെയ്ത ലൈനേജ് അതിന്റെ ഗ്ലോ ജീൻ അതിന്റെ ബോഡിയിലുണ്ട്. അപ്പൊ ഗ്ലോ ആയിക്കൊണ്ടിരിക്കും. അതങ്ങനെ വന്നോണ്ടിരിക്കും. ഇത് രാത്രി കത്തും. രാത്രി കത്തും. ഇവിടെ ഞങ്ങളിപ്പോ കറണ്ട് ബില്ലൊക്കെ കുറവാണ്. മീനിന് ഓരോ കുപ്പിക്കകത്തോടെ എടുത്തോടെ വെച്ചാൽ മതി. എന്താ എളുപ്പം പറയാം. ഗ്ലോ അല്ലേ ഗ്ലോ. പച്ചവട്ടം മടുത്ത് കഴിയുമ്പോഴത്തേനും മടുത്തു പോകും. വേറെ കളർ ഉണ്ടാക്കണല്ലേ ഇനി? പിന്നെ ഇങ്ങനെ ഒരു വെള്ള കവറിൽ പൊതിഞ്ഞ് കഴിയുമ്പോഴത്തേന് വെള്ള കവർ കിട്ടും. എനിക്ക് തള്ള ഇടുന്ന കിട്ടിയത് നീ മാറ്റി ചെയ്യേണ്ട. ഇതാണ് എന്റെ തള്ളു മാസ്റ്റർ. തള്ളുന്ന കാര്യത്തിൽ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കാണായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, യൂട്യൂബിന്റെ പാതയിലേക്ക് എന്നെ കൊണ്ടുവന്ന ആളത് ഇവനാണ്. എന്റെ മാസ്റ്റർ ശരിക്കും ഇവനാണ്. ഞാൻ അവിടെ നിന്ന് തള്ളാൻ പഠിച്ചേ. നിങ്ങൾ പറ. ഇതാണ് ആരെയും സഹായിക്കരുത് പറയുന്നത്. കണ്ട ഇപ്പൊ എന്റെ വിലയല്ലേ. ഇത് അത്യാവശ്യം ചെറിയ കുഞ്ഞുങ്ങളാണ്. അവിടെ അവസാനിച്ചു. ഇവിടെ അല്ല അവസാനിച്ചത്. എന്റെ മൂടൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വയസ്സ്. ഇത് അടുത്ത കോർണർ നമ്മുടെ കിച്ചൺ കോർണറിന്റെ പേരിട്ടേക്കണം. ഇവിടെ ഒരു ഇതാണ് കിച്ചൺ, അതുകൊണ്ട് ഇവിടെ കിച്ചൺ കോർണർ അപ്പറയല്ലേ. ഞങ്ങള് ഐഡന്റിഫിക്കേഷൻ എളുപ്പത്തിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇത് വൈറ്റ് HMBKയുടെ കുഞ്ഞുങ്ങളാണ്. വൈറ്റ് ഡംബോ അല്ല, നോർമൽ വൈറ്റ് ഫ്ലക്കാട്ട്. ഓക്കെ. ഇതിനകത്ത് ഇന്നലെ ഇറക്കിയ കുഞ്ഞുങ്ങളാണ്. ഇന്നലെ അല്ലേ മിനിങ്ങാന്ന്. എനിക്ക് കാണാൻ പറ്റുന്നില്ല, വീഡിയോക്കകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കിട്ടിണ്ടാവും. ഇതിപ്പോഴേ ഒരു ടാങ്കിലേക്ക് കുഞ്ഞുങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വാഴലൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്.
അതിന് കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി തപ്പണം. അതേപോലെ തന്നെ ഞാൻ കണ്ടു, പക്ഷെ വീഡിയോയിൽ അത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. 3 ദിവസമായ കുഞ്ഞുങ്ങളാണ്. അത് ഇന്നലെ മഴ പെയ്തു, ഇവിടെ മാരക മഴയായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഈ പരിധി വരെ താഴെ പോയി വെള്ളത്തിൻ്റെ സാധ്യത. ഇവിടെ നോക്കി കാണാൻ ഒരു കുഞ്ഞിന് എന്താണ് മാത്യു ചേട്ടൻ്റെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞിനെ. കാണുന്നതാണ് ഗൈസ് കുഞ്ഞ്. അതിൻ്റെ അടുത്ത് വേറൊരു കുഞ്ഞ്. അവർ ബ്രദേഴ്സാണ്, സിബ്ലിങ്സ് ആണ്. ആണാണോ പെണ്ണാണോ എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അറിയാമല്ലേ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മീനുകളെ കണ്ടിട്ട് കിളി പോയിരിക്കുക. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകളാണ്. ഇതൊക്കെ മ്യൂട്ടേറ്റഡ് അല്ല, ആവാൻ പോകുന്ന ഗാലക്സികളാണ്. എണ്ണം കുറവാണ്, പക്ഷെ നല്ല ഐറ്റത്തിന് കിട്ടും. നമ്മളൊരു എക്സ്പെരിമെന്റ് ആണ്, ഫുൾ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. മ്യൂട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവനൊക്കെ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ലായിരിക്കുന്നത്. ഈ കാണുന്ന ആളൊക്കെ മാറും. ഗാലക്സിയാണ് നമ്മൾ അടുത്ത ഫസ്റ്റ് ലൈനേജ് അല്ല, നമ്മൾ ആ ലൈനേജിനെ നമ്മൾ പുതിയ ലൈനേജ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ സെലഫൈൻസ് ഉണ്ടല്ലോ കുറച്ച്. ഗ്ലോ എങ്ങനെ സെയിൽ ഉണ്ടോ? ഗ്ലോ നല്ല രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഒരു പുതിയ ഒരു വെറൈറ്റി ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവില്ല എടുക്കാൻ. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. പഴയ ഹോബീസ്റ്റുകൾക്കൊക്കെ ഒരു പുതിയ സെറ്റപ്പ് അല്ലേ, പുതിയൊരു മോഡിഫൈഡ് ആയിട്ടോ അല്ലേ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ ഒത്തിരി പേര് അക്സെപ്റ്റ് ചെയ്തു. മാർക്കറ്റുണ്ട്, നല്ല രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇവരെങ്ങനെ ബ്രീഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങൾ കിട്ടുമോ അല്ലെങ്കിൽ എല്ലാം നോർമൽ പറ്റ പോലെ തന്നെ. ഒരു അസുഖങ്ങളും സ്പെഷ്യൽ ആയിട്ട് വരത്തില്ല. യാതൊരുവിധ മറ്റേ റെസിസ്റ്റൻസ് പവറിന്റെ പ്രശ്നമില്ല, അസുഖങ്ങളില്ല. എല്ലാം നോർമൽ ഒരു പെറ്റായിക്ക് വരുന്നത് കിട്ടുന്നുണ്ട്. അതാണ് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ ആയതുകൊണ്ട് ഇവർക്ക് കുഴപ്പമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാഭമാണ്. സെല്ലോഫാനായി പോകുന്നതിന് പകരം ഫുൾ ഗ്ലോ ആണ് കിട്ടുന്നത്. ഫുൾ ഗ്ലോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അതുപോലെ ഫുൾ ഗ്ലോ നോക്കും. കയ്യിൽ പിടിക്കാൻ നോക്കാം. ഇത്തിരി സ്പീഡുള്ള പുലികളാണ്. നല്ല സ്പീഡ് ഉണ്ടല്ലോ. പുലിയാണ്. ഞാൻ സിംഗമാണ്. ഞാൻ ഇന്നൊന്നിലല്ല എന്നെ കൈ പിടിക്കാൻ. ഗൈസ് ഇവിടെ വെറും ഷോ ആണ് ഗൈസ്. ഗ്ലോ അപ്പൊ സെലഫൈന് പകരം ഫുള്ള് ഗ്രീനായിട്ട് കിട്ടും. അപ്പൊ ഭംഗിയില്ലാണ്ട് നമ്മൾ കളയേണ്ട ആവശ്യം വരില്ല. മീനുകളുണ്ട് എപ്പോഴും നല്ല ഭംഗിയുള്ളത്. പിന്നെ മധുരം പറഞ്ഞ പോലെ ലൈറ്റ് ഇല്ലെങ്കിൽ ഇവരെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ പറയുന്നുണ്ട് ഗൈസ്. നിങ്ങളത് ഇനിയിപ്പോ കുപ്പിയിലിട്ട് വെച്ചിട്ട് ലൈറ്റ് എത്തില്ല എന്ന് പറഞ്ഞ് വരരുത്. രാത്രി റോട്ടിൽ ആൾക്കാർ വന്നിട്ട് എത്തി നോക്കിട്ട് പോകുള്ളൂ. തിളക്കം കാരണം ഇങ്ങനെ വെട്ടല്ലേ ഗ്ലോ ഫോണൊക്കെ വിളിച്ചായിരുന്നു ലൈറ്റ് ഓഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. ഡംബാണ് ഗൈസ്. ആരും ചോദിക്കരുത്. നമ്മള് ഇവിടെ ലാവണ്ടർ ഡംബ് ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി കൂട്ടുകാർ ചോദിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ലാവണ്ടർ ഡംബയുടെ അവസ്ഥ. മൊത്തത്തിൽ ഫീമെയിൽസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് അതിന് മുന്നേ എല്ലാം മെയിൽസ് ആകുമായിരുന്നു. ഇപ്പോൾ ഫീമെയിൽ ആവുകയാണ്. ഞാനതൊന്ന് ശരിയാക്കുന്നുണ്ട്. ഒരു ജനറേഷനോട് വെയിറ്റ് ചെയ്താൽ എല്ലാവർക്കും നല്ല സലമാണ്ടർ ഡംബോ എത്തിച്ചേരാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഇനി എനിക്ക് ഒരു മെയിലിനെ കിട്ടുന്നുണ്ട്. ആ ഒരു മെയിൽ വെച്ചിട്ടാണ് പരിപാടി അടുത്ത് ചെയ്യണം. അപ്പൊ ഞാനും മാത്യു ചേട്ടനും ശരിക്കും പറഞ്ഞാൽ കണക്ഷൻ ആവണത് ഈ സലമാൻഡർ ഡംബോ എന്ന് പറയുന്ന മീനാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു മീനെ മാത്യു ചേട്ടനിൽ നിന്ന് വാങ്ങുന്നത് സലമാൻഡർ ഡംബോ ആണ്. അത് കഴിഞ്ഞിട്ടാണ് കഴിച്ച് ഞാനൊരു മീൻ പ്രേമി ആയത്. ഇത് ഏതാന്ന് എന്നോട് ചോദിക്കരുത്. കണ്ട എന്നെ കാണാൻ പോലെ ബ്ലാക്ക് ആണ്. മീനിന്റെ പേരൊന്നും ഓർമ്മയില്ല. കുറെ കർമ്മന്മാരുണ്ട്. നമ്മുടെ സോളിഡ് ബ്ലാക്ക് പ്ലക്കാറ്റിന്റെ ബാച്ചാണ്. നമ്മൾ സെയിൽ തുടങ്ങിയായിരുന്നു. ജോഡി 500 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. അപ്പൊ കിച്ചൺ കോർണർ കഴിഞ്ഞിട്ട് വേറെ കോർണറാണ്. ഇത് ഏത് കോർണറാണ് മതിച്ചോ? ഇത് അസീൽസ് കോർണർ എന്ന് പറയണോ? വേണ്ട. അത് 3 ടാങ്കുണ്ട്. ഡാഫ്നി വളർത്തിക്കൊണ്ടിരിക്കുന്നത് കോർണർ എത്രയാണ്? ഫയർ ഐസ് പാരഡൈസ് ഫിഷ് ആണ്. പാരഡൈസിന്റെ ഗൈസ് കണ്ണ് വയ്ക്കരുത് ഗൈസ്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. കൈവിടാൻ പറ്റുമോ? പുതിയ വെറൈറ്റി ആണ്. കിട്ടത്തില്ല പക്ഷേ അടുത്തൊക്കെ വരും ഗൈസ്. ഇത് ഫാസ്റ്റ് ആണ് ഗൈസ്. എന്റെ മോൻ ഇതേറെ മീൻ. സൈഡില് ഫയർ, വെളിയിൽ നിന്ന് നോക്കുമ്പോ വെള്ള കളറില്ല. അതാണ് ഫയർ ഐസ് പാരഡൈസിന്റെ. ഇത് എങ്ങനെയാണ് ബ്രീഡിങ്? ബെറ്റ പോലെ തന്നെ പാരഡൈസ് ഗുറാമി വെറൈറ്റി ആണ്. ഗുറാമി ബ്രീഡിങ് പോലെയാണ്. ഇതെല്ലാം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടാവും. ഇതൊരു പുതിയ വെറൈറ്റി ആണ് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ.
ഹൈദരാബാദ് ഉണ്ടായ നമ്മുടെ ഫ്രണ്ടുണ്ട് വേണുവാണ് വേണിച്ചേട്ടൻ വേണുവാണ് ആദ്യം ഇതിനെ ഇറക്കിയത്. വേണുവിൻ്റെ എന്നാണ് നമ്മളെടുത്തത്. കൊള്ളാൻ കഴിച്ചത് ഞാൻ പോകുമ്പോ കൊണ്ടുപോണ്ട് 2 എണ്ണം. അതുകൊണ്ടോ സിനിമയെ കിട്ടി. ഇടയ്ക്കിടയ്ക്ക് വരാട്ടോ വ്ളോഗ് ചെയ്യാൻ. ഇതാണ് ഇവിടെ വ്ളോഗ് ചെയ്യുമ്പോൾ ആകെ നഷ്ടം. മഴ ആയതുകൊണ്ട് ഡാഫ്നി ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ 1 കൊല്ലത്തിന് ശേഷം ഞാൻ വീണ്ടും കണ്ടുമുട്ടി. മൊയിനെ കണ്ടു ആദ്യം. ഇപ്പൊ നമ്മുടെ ഡാഫ്നിയ എന്ന് പറയുമ്പോൾ മൊയിനെക്കാട്ടും വലിയതാണ്. അതായത് ഇത്രയും വലിയ സൈസുള്ള മൊയിനാണ്. ഋഷിനെ നമുക്ക് മൊയിനാന്ന് വിളിക്കാമെങ്കിൽ എന്നെ നമുക്ക് ഡാഫ്നി. അതെ, സൈസ് വെച്ചിട്ട്. മറ്റേ ചേട്ടൻ ഈ കാണുന്ന പോലെയല്ല, നല്ല സൈസ് ഉണ്ട്. കണ്ടില്ലേ? ഞാൻ ചെറുതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോ. അതുകൊണ്ട് എന്നെ കിട്ടുമോന്നറിയില്ല. അത് കിട്ടിയോ നോക്കട്ടെ. അതെ, അടുത്ത സ്പോട്ടാണ് നമ്മുടെ ബോട്ട്ലിംഗ്. വയസ്സുണ്ടാ ഇഷ്ടം പോലെ വരുന്ന വഴിക്ക് നമുക്ക് ഏരിയ കവർ ചെയ്തു. ഇവിടെ കുറച്ച് ബോട്ടിൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് ഡിവൈൻ ബോട്ടിൽസ്, ഡിവൈൻ ഫിഷ് ബോട്ടിലിംഗ് ഏരിയ. കർട്ടനൊക്കെ ഇട്ടുണ്ട് വെച്ചിരിക്കുന്നത്. കർട്ടൻ ഇടുന്നത് 2 കാര്യത്തിലാണ്. ഒന്ന് കൊക്ക് കൊണ്ടുകൊണ്ടിരിക്കാൻ, അതുപോലെ വീഡിയോ എടുക്കുന്ന വ്ളോഗർമാർ കൊണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ പല ഒരു ബിഗ് ടൈൽ പ്ലക്കാറ്റ്സിനെ അവിടെ ആയി കിടക്കുന്നത്. എല്ലാം ബിഗ് ടൈലാണ്. അമ്മമാര് കുഞ്ഞുങ്ങളാണ്. നമ്മളപ്പുറത്തെ കുളത്തിൽ നിന്ന് പിടിച്ച് അപ്പുറം കിട്ടുമെന്ന് പറഞ്ഞില്ല. ഇത് കുറച്ചും കൂടെ ടൈല് ഇതായി വരും അമ്മമാര്. ഇപ്പൊ തന്നെ ഫ്ലെയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ചെമ്പിക്കാനേക്കാളും നോർമൽ ചെമ്പിക്കേക്കാളും സൈസ് ഉണ്ട്. നോക്കട്ടെ, ഫ്ലെയർ ചെയ്ത് കാണിച്ചാൽ ഈ യെല്ലോകളാണ് എൻ്റെ കണ്ണ് പോകുന്നത്. കാണാൻ പറ്റും. ഫ്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ? അവനെ കണ്ട്, ഞാൻ കണ്ട്, അവൻ കണ്ടില്ല തോന്നിട്ടാ. പിന്നെ നോക്കടാ. അനുസരണുണ്ട് കേട്ടോ ഗൈസ്. ഇല്ല, അവനിപ്പോ ഫ്ലെയർ ചെയ്യാൻ വേണ്ടി ഫീമെയിൽ ഇട്ട് കൊടുത്തിട്ട് അവനൊരു ഇതിലില്ല. ഇന്നലെ കാഴ്ച കുറവാ. അവൻ ഫ്ലെയർ ചെയ്ത് തുടങ്ങി ഗൈസ്. എൻ്റെ മോനെ ലൈറ്റാണ്, ലൈറ്റ് മാത്രമേ പ്രശ്നമുള്ളൂ. ഷൂ വലുതായി വരും. സൂപ്പർ റെഡ് കിടക്കുന്നുണ്ട്. സൂപ്പർ റെഡ് ബുള്ളറ്റ് ഹെഡ് എന്നൊക്കെ പറഞ്ഞാൽ ഹെഡ് ഷേപ്പാണ് ബുള്ളറ്റ് ഹെഡ്. 2 എണ്ണം. ഈ കാഴ്ച എനിക്ക് ഒത്തിരി മെയിൽസ് കിട്ടിയില്ല, ഫീമെയിൽസ് ആണ് കൂടുതൽ. അതെ, മുമ്പത്തെ ബാച്ച് കൂടുതൽ മെയിൽസ് ആയിരുന്നു. ഇവര് കൊള്ളാം. മാത്രമേ ഞാൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല മെയിൽ ഫീമെയിൽ റേഷ്യോ കിട്ടാൻ അല്ലേ. ബോട്ടിലിംഗ് ഏരിയയിൽ ഇതിപ്പോൾ ഗ്ലോ ഗാലക്സികൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുത്തനെ കണ്ട്. ക്യാൻഡി അല്ലേ? ഫീമെയിലാ മെയിലാ? ഫീമെയിലാണല്ലോ. മെയിലാ? സൈസ് കണ്ടിട്ട് ഫീമെയിലെന്ന് ചോദിച്ചു. നല്ല ഫുഡിൻ്റെ കൈസ് എപ്പോഴും. ഇപ്പൊ തീറ്റ കൊടുത്തല്ലോ. അടുത്ത ടാങ്കുകളിലേക്ക് വേല ഇവിടെ ഉണ്ടല്ലേ ബോട്ടിലിംഗ്. ഇതിന് അടുത്ത ബോട്ടിലിംഗ് ഏരിയ. ഫീമെയിൽസ് ഒക്കെ ഒരുമിച്ചാണ്. Guys, മഴ ചില്ലിന്റെ പുറത്ത് ഇതൊക്കെ സെയിലുണ്ടോ? സെയിലിന് ഇഷ്ടംപോലെ ഉണ്ട്. അടിക്കണ്ട കുറച്ച് ഹാഫ് മൂന്നും ചെയ്യുന്നുണ്ട് ഗാലക്സി. വേണമെങ്കിൽ അമ്മമാരെ ക്ലിയർ ചെയ്ത് ലൈറ്റിംഗ് ഇല്ലാത്തോണ്ടാണ് ഫ്ലെയർ ചെയ്യുന്നുണ്ട്.
റെഡ് ഗാലക്സി മൾട്ടി കളറാണ്. ഇവിടെ ഒരു സൈഡിൽ ഇതാണ് മുരിങ്ങ കോർണർ. കാരണം അവിടെ മുരിങ്ങ മരം ഉണ്ടാവും. മുരിങ്ങയുണ്ട്. തീർന്നു. മുരിങ്ങ ഉണ്ടെങ്കിൽ മുരിങ്ങ കോർണർ, സപ്പോർട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ട് കോർണർ, കിച്ചൺ ഉണ്ടെങ്കിൽ കിച്ചൺ കോർണർ. ഇവിടെ നമുക്ക് 9 ടാങ്കുണ്ട്. 9 ടാങ്കിന് പുതിയ ബോട്ടിലിംഗ് റാക്കി പലത്. ഫീമെയിൽസ് ഒക്കെ നല്ല ഉണ്ട ഫീമെയിൽസ് ഉണ്ടോ? ഒരു ക്യാൻഡി ഗാലക്സി, കോയി ഗാലക്സി, നിമോ ഗാലക്സി മൾട്ടി കളർ എന്നൊക്കെ പറയുന്ന പല കളറുള്ള മീനാണ്. വളരുന്നുണ്ട്. എണ്ണം കുറവായ നമ്മൾ ഒരുമിച്ചായിട്ട്. FCCB ഏത് ലൈനാ? ഇത് വിയറ്റ്നാം ലൈനാണ്. കണ്ണ് വെക്കരുത്. ഇതാണ് നമ്മുടെ FCCP ഒക്കെ നമുക്ക് വളരെ കുറച്ചാണ് പെർഫെക്റ്റ് പാറ്റേണിലോട്ട് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ? അതൊക്കെ സെലക്ഷൻ ആയിപ്പോകും, വേസ്റ്റ് ആയിപ്പോകും. ഇവളൊക്കെ ആവറേജ് ഫാസ്റ്റ് മ്യൂട്ടേഷൻ ആവുന്നവരൊന്നും പാറ്റേൺ വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. സ്ലോ ആയിട്ട് വരുന്നവരാണ് വരുന്നത്. കൂടുമ്പോൾ മക്കൾ ഞങ്ങളെന്താ ചേട്ടൻ പിടിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നടക്കൊണ്ട് അപ്പം തന്നെ പിടിച്ചു. പിടിച്ചാൽ കൊള്ളാം. ഇത് ബ്ലൂ റിമാണ്. 3-4 ബാക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ഇത് മിക്സ് ആണ്. HM ഹാഫ് മൂൺ ഗാലക്സി. അതും ടാങ്ക് ചെയ്യാനായിട്ടായതാണ്. ഇത് ക്ലിയർ ആയി. ഇത് ബോട്ടിൽ ചെയ്താണ്. ബോട്ടിൽ ചെയ്തിട്ട് ബാക്കിയുള്ള ടാങ്കാണ്. നമ്മുടെ ഗാലക്സി ഹാഫ് മൂണിൻ്റെ അടുത്ത ചെറിയ കുഞ്ഞുങ്ങളാണ്. ഈ ഗാലക്സി കണ്ടില്ല, ഈ കളറായിരിക്കും. അത് നീല കളറായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂട്ടേറ്റ് ചെയ്ത് പല കളറാവും. ഇന്നലെ മഴ പെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു അസുഖത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ. ഓ അവിടെ കുറെ ഇത് കുറെ ഉണ്ടല്ലേ 2 ബാച്ച് ഗൈസ്, അത്യാവശ്യം ഉണ്ട് ഗൈസ്. എല്ലാം യൂണിഫോം ആയിട്ട് കയറി വരുന്നുണ്ട്. ഇത് FCCPയുടെ അടുത്ത ബാച്ചാണ്. ഇത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർക്ക് കളർ ഉണ്ടാവില്ല. പിന്നെ അവര് പ്രായപൂർത്തിയാവുമ്പോഴാണ്, പ്രായപൂർത്തിന്നല്ല പറയാ, പ്രായപൂർത്തിയാവുമ്പോഴാണ് ഇവര് കളർ മാറി അഡൾട്ട് സ്റ്റേജിലേക്ക് വരാം. അപ്പൊ ഏകദേശം നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ഈ കളറായി മാറും. പുറത്തില്ലേ? അങ്ങനെയാണ് ഇങ്ങനെയാവാ. ഏതാ ബ്ലാക്കിന്നാണ് ഈ റെഡും ബ്ലൂവും ഗ്രീനും ഒക്കെ ആയി മാറുന്നത്. അതേ നമ്മള് കാറിന്റെ വ്ളോഗ് മൂന്നാമത്തെ വണ്ടിയാണ്. ഈ വണ്ടി കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ വെർണ, ന്യൂ എഡിഷൻ വെർണ. അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് ആണ്. സോറി, ടെസ്റ്റ് ഡ്രൈവ് അല്ല. ഞങ്ങളിപ്പോ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണീനെ എടുക്കാൻ വേണ്ടി പോകണം. മാതച്ചേട്ടൻ്റെ ഏറ്റവും ചെറിയ ഉണ്ണിയുണ്ട്, ആളെടുക്കാൻ വേണ്ടി പോവാണ്. പ്ലേ സ്കൂളിൽ 3 ദിവസമായിട്ടുള്ള പോയിട്ട്. അപ്പൊ ആളെ പോയി നമുക്ക് കാണാം. എത്തി ഗൈസ്. ടൈം കിഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൊടുപുഴ. ഇവിടെയാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ കുഞ്ഞാവ്. അതിനെ എടുത്തിട്ട് വരും ഇപ്പൊ നച്ചിട്ട്. എന്തോ ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. കിട്ടി ഗൈസ്, സാധനം കയ്യിലുണ്ട് ഗൈസ്. കുഞ്ഞാവ ഇസ് ഹിയർ. കുഞ്ഞാവേ, ഹായ് ഹായ് ഹായ്. പാടി പിടിക്കുക. വായ 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 വാ. സെക്കൻഡ് സെക്കൻഡ് എന്നെ ഓർമ്മ പോയി. റാംബോ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് മിരിഞ്ഞാണെന്ന് തോന്നരുത്. ഈ നായക്കുട്ടിയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസാണത്. അത്യാവശ്യം മസിലൊക്കെ ഉണ്ട്. ജിമ്മിപ്പോൾ ഇങ്ങനെ ആവണമെന്നാണ് നമ്മുടെ ആഗ്രഹം, പക്ഷെ നടക്കണില്ല. ഹലോ. ഇത്തിരി
എന്റെ സൈസ് കൊണ്ട് പേടിച്ചാണെന്ന് അറിയില്ല, ഒരു പേടിയുണ്ട്. വേണ്ടോ വരുമോ? ഇഷ്ടമില്ല. ഒരു ഡോഗിന് വേറെ ഒരു സമയം എടുക്കുന്ന വേണ്ടോ? അതെ സിംബ അല്ലേ? സിംബ സിംബ അടുത്ത കുളം നമ്പർ 550. 3 കുളമുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പേരിട്ടിട്ടില്ല. ഈ കുളങ്ങളിലെ കോർണർ ചെറിയ ഡോട്ടൊക്കെ വന്നു തുടങ്ങി. ഷിഫ്റ്റ് നോക്കിയാൽ ചിലവന്മാർക്ക് ഓ എന്റെ കണ്ണുകളിൽ കാണുന്നുണ്ടോ? എൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ട്, ഫോണിൽ കാണുന്നില്ല. അതല്ലേ ഫോണിൽ കാണില്ല. ബ്ലൂറിന്ന് ക്യാൻഡി ഒക്കെ ഉണ്ടല്ലോ, അതാണ് മറ്റേ പഴയ മൊയിനേട്ടാങ്കല്ലേ? ഡാഫ്നിയെ കൊണ്ട് ഡാഫ്നിയുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ. അതുകൊണ്ട് ഡാഫ്നി ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല. ഇതിനകത്ത് ഡാഫ്നി ഇല്ല. ഭയങ്കര ഷോക്കാണ് ഡാഫ്നിയാണ്. എന്താ ചെയ്യാ, നിങ്ങള് ഒരെണ്ണം വലുതിനെ കിട്ടുകയാണെങ്കിൽ. അല്ല, ഇതൊന്നും ഇപ്പൊ ഈ സമയത്ത് ഒന്നിനും കാണാൻ പറ്റില്ല, താഴെ ആയിരിക്കും. ഇന്നലെ മഴയും കൂടെ പെയ്തു. കുറെ നാളുകളായിട്ട് നമ്മൾ ഈ ഫോണിലുണ്ട്. ചിലപ്പോൾ ഡാഫ്നി കുഞ്ഞുങ്ങളായിരിക്കും. കുറെ ഉണ്ട്. നമ്മളൊരു മീൻ കിട്ടണമെങ്കിൽ നിങ്ങളൊരു മീൻ കിട്ടണേ അവൻ രക്ഷപ്പെട്ടു. കഷ്ടപ്പെട്ട് പണിയെടുത്തതിന് ശേഷം ഇവിടെ കിടന്ന് ഇറങ്ങാറുന്ന് പറയാറ്. ആർക്കറിയാം. സെയിലും റെഡിയായിട്ട് വൈകിട്ടുമ്പോൾ മാത്രമേ ഇതാണ് ഗൈസ് മാത്യുച്ചേട്ടൻ്റെ പുതിയ നമ്പർ കാറ്. നമ്പറും സീനാണ് 99AA4477. എത്രയാണ് ഓ ഡബിൾ സോറി ലാലേട്ടൻ പറയില്ലേ എന്നിട്ട് 33 2244. അതേപോലെ തന്നെ മാറ്റിച്ചാൽ 4477. ഇതാണ് നമ്മുടെ മാത്യു പ്രൊഡക്ഷൻ ഏരിയ, ഡിവൈൻ പ്രൊഡക്ഷൻ ഏരിയ. ബ്രൂട്ട്സും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെയാണ് ഉണ്ടാകുന്നത്. ബ്രീഡിംഗ് ഉണ്ട്, ബ്രീഡിംഗ് പെയർ ഇറക്കുന്നുണ്ട്, ബബിൾ നെസ്റ്റ്. ഇവിടെ ബോട്ട്ലിംഗ് ഏരിയ ആണ്. ഫ്ലെയറിങ് തുടങ്ങി ഗൈസ്. മോളിൽ നിന്നുള്ള ഫ്ലെയറിങ് വീഡിയോ ഇങ്ങോട്ട് ഇത് മോളിൽ നിർക്കാണ്ട് നല്ലത്. ഫ്ലെയർ അതിന് കാണാൻ പറ്റില്ലെങ്കിലും കളറ് ഫുള്ളായിട്ട് കിട്ടും. യെല്ലോ കോപ്പർ ഗോൾഡ് ഗാലക്സി VIP ഗ്രേഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. റേറ്റ് ഒക്കെ ഇച്ചിരി കൂടുതലായിരിക്കും ഗൈസ്. നല്ല ഐറ്റംസ് നമുക്ക് വളരെ കുറച്ചായിരിക്കും. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സോട്ടിക് ആയിട്ടിരിക്കണമെങ്കിൽ അതിന്റെ റേറ്റ് കൂടിയിരുന്നാലേ പറ്റുള്ളൂ. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റം ആയിരിക്കും എക്സോട്ടിക് ആയിട്ടിരിക്കുക, ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളത്. ഗ്ലാസ് ക്ലീനിങ് ആണ്. യെല്ലോ കോപ്പർ എല്ലാം ഋഷിക്ക് വേണ്ടി സ്വന്തം ടൂത്ത് ബ്രഷ് പോലും മാറ്റി വയ്ക്കുന്ന ഒരു ബ്രീഡറാണ് നിൽക്കുന്നത്. പല്ല് തേച്ചില്ലെങ്കിലും ടാങ്ക് ക്ലീൻ ആക്കി വയ്ക്കുന്നത്. അവതാറ് സെയിലുണ്ടോ? നമ്മുടെ സ്റ്റാർ ഡസ്റ്റുകളാണ്. പല പേരുകളും ഞാൻ കേൾക്കാത്തതാണ് ഇപ്പോൾ. ഞാൻ ഇട്ട് കൊടുക്കാം. റെഡ് സാമുറൈ വിത്ത് റെഡ് സാമുറൈ റെഡ് സാമുറൈ ആണ് ബേസിക്കലി രണ്ടും റെഡ് സാമുറൈ. ഹെഡ് ഷേപ്പ് ആണ്. എൻ്റെ മീനുകളെ ഫ്ലെയർ ചെയ്യിപ്പിച്ച്
സ്വഭാവം മാറ്റാൻ നോക്കുന്നു നമ്മുടെ റെഡ് സമുറായാണ്. ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. റെഡ് സമുറായി സ്റ്റോക്ക് ഉണ്ട്. ക്വാളിറ്റിയും ഗ്രേഡും ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നല്ല രസമുണ്ട്. കുത്തി പറിക്കാൻ സാധ്യതയുണ്ട്. വേഗം മാറ്റിക്കോ ഗാലക്സി നമുക്ക് മാറ്റാം. ഗാലക്സി ആണോ? റെഡ് സമുറായി നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഗാലക്സിനെ പിടിക്കാം. ഇതൊക്കെ നോക്ക് ഗൈസ്. ഓക്കെ, ഇനി മാറ്റി ചേട്ടൻ ടോപ്പിൽ ഞാൻ സൈഡിൽ. ഗാലക്സി മൾട്ടി കളറുണ്ട്. ചെറിയ ചെക്കന്മാരാണ്. ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ ബോട്ടിൽ. ഓൾറെഡി മറ്റവനെ പേടിപ്പിക്കാൻ നോക്കുന്നതാണ് ഈ കാണുന്നത്. ഗൈസ് ഇത് നോക്കൂ ഗൈസ്. എന്റെ മോന് എൻ്റെ ഫോണിൽ തന്നെ എടുക്കാം. അപ്പം എനിക്ക് എളുപ്പമുണ്ട്. വ്ളോഗർ ആദ്യം പറഞ്ഞല്ലോ, വ്ളോഗ് ചെയ്യുന്നത് എങ്ങനെയാകുമ്പോൾ നമ്മൾ വ്ളോഗിലൂടെ പക്ഷെ ഇത് റിട്ടയർഡ് വ്ളോഗറാണ്. അതെ, എൻ്റെ ഗുരുവായെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം ഗുരു എല്ലാം മറന്നുപോയി. ഗുരുവിനെ ശിഷ്യം പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫോക്കസ് ആവുന്നില്ല. നിങ്ങളുടെ ഓരോ കമന്റ്, ഒരു മീൻ പ്രേമിയുടെ ഒരുപാട് വീഡിയോസ് ആവശ്യമുള്ളവർ നല്ല മോട്ടിവേഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് ഗൾഫിലാണെങ്കിലും അവിടെ നിന്നും വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞു. നല്ല ഫിഷിംഗ് വീഡിയോസ് എടുക്കും. അവിടുത്തെ ഗൾഫിലെ കടലിലെ മീനുകളൊക്കെ പിടിക്കുന്ന ആളാണ്. അറബിയുടെ മീനുകളെ പിടിച്ച് തിന്നുന്ന ആളാണ്. അല്ലെങ്കിൽ റെഡ് വാഷ് ഇല്ലാത്ത ആൾക്കാർ. ആറ്റുന്നുള്ളൂ ക്യാൻഡി ഡബോസ്. ഇതാണ് മെയിൻ എക്സോട്ടിക് ബ്രൂഡ് സ്റ്റോക്ക്. ബ്രൂഡ് സ്റ്റോക്ക് അല്ല, നിങ്ങൾക്ക് ബ്രൂഡായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മീനുകളുടെ ഒരുപാട് നമ്മളെ കണ്ട് എല്ലാം നമ്മൾ വീഡിയോസ് എടുക്കത്തില്ല. മറ്റന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നതിന് പറ്റുന്ന എനിക്ക് എല്ലാത്തിനും വീഡിയോ എടുക്കാൻ ഇഷ്ടം. കാരണം ഒന്നിനെയും നമ്മുടെ ഓർമ്മയിൽ നിന്ന് കളയാൻ പറ്റത്തില്ല. വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ ഗാലറി നോക്കി നമുക്ക് എന്തെങ്കിലും കാണാമല്ലോ. വീഡിയോസ് എടുക്കാണ്ട് കൊടുക്കാൻ എനിക്കും സങ്കടമാണ്. നമ്മൾ രാവിലെ ഇവിടെ വന്നായിരിക്കും നമ്മുടെ സ്മരഗ്ഡീനൊക്കെ ഇട്ടേക്കുന്ന ആൾക്കാരാണ്. വൈൽഡ് പെറ്റാണ് സ്മരഗ്ഡീന ഗിറ്റാർ. എന്തുകൊണ്ട് ഗിറ്റാർ എന്ന് വിളിക്കുന്ന പറഞ്ഞാൽ എന്റെ ടൈല് നോക്കിയാൽ ഞങ്ങൾക്ക് പിടിക്കും. നമ്മുടെ ഗിറ്റാറിന്റെ സ്ട്രിങ്സ് പോലെ ക്രോസ് സ്ട്രിങ്സ് ഉണ്ടാവും. അതിന്റെ പേര് ഡിസൈൻ അല്ല ഗൈസ്, അത് ഉറുമ്പുകളാണ്. ഇതാണ് മീൻ എന്റർടൈൻമെന്റ് ഉറുമ്പ്. ഇവനാണ് സ്പെഷ്യൽ. ഇതൊക്കെ സെയിലിന് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ നോക്കി? ഇന്ന് റെഡി ആയിക്കൊണ്ടിരിക്കും. ബോട്ടിൽ ചെയ്തേക്കുന്നത് കുറച്ച് VIP ആൾക്കാരെയൊക്കെ നമ്മൾ ബോട്ടിൽ ചെയ്ത് സെറ്റ് വെച്ചിരിക്കല്ലേ. അവരെ കണ്ടുപിടിച്ചല്ലേ. VIP ഹെൽബോയാണ്. ഇവിടെ കഴിയുമ്പോൾ ഞാൻ അവനെ നമുക്ക് വീഡിയോസ് എടുത്ത് ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കുന്നതാണ്. നല്ലൊരു ഹെൽബോയാണ്. ഹെൽക്കുട്ടൻ. മറ്റേ അവിടെ ബ്ലൂ റിംസ് ഇരിപ്പുണ്ട്. ഹെൽബോയ് ഉണ്ട്, ബ്ലൂ റിംസ് ഉണ്ട്, ഡംബോ ഉണ്ട്, ബ്ലൂറിമൊക്കെ നല്ല ഷേപ്പുള്ള ബ്ലൂ റിംസ് ആണ് ഗൈസ്. ഇത് വീഡിയോയിൽ ഏതെങ്കിലും മീനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം, മാത്യു ചേട്ടൻ അയച്ചു കൊടുക്കാം. ഈ മീൻ ഉണ്ടോന്ന് ചോദിക്കാം. അപ്പൊ മാത്യു ചേട്ടൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. 2 ഡോറാണ് ഏവിയർ. എന്തെങ്കിലും ആൾക്കാർക്ക് അറിയാം. 2 ഡോറായിരിക്കും. ഡോറ് അടച്ച് കയറി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കാണാം നമ്മുടെ കുഞ്ഞൻ കിളികൾ. ഇതൊക്കെ ഉണ്ടാവില്ല ചേട്ടാ മെയിനായിട്ട്. ഇതാണ് ഫാൻസി കാട. ഫാൻസി കാടയ്ക്ക് കൂടില്ല, അതുകൊണ്ടാണ് നമ്മൾ മുട്ട സൈഡിൽ നടക്കും. അവരുടെ മുട്ടയാണ് 3 മുട്ട. സാധാ കാടമുട്ടയുടെ ഒരു പകുതി വലിപ്പം ഉണ്ടാവുള്ളൂ. ഈ മുട്ടകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ മാത്യച്ചേട്ടത് കണ്ടു കുറച്ച് കഴിയണമെങ്കിൽ മുട്ട കാണില്ല. കാരണം മാത്യച്ചേട്ടൻ ഫ്രൈ അടിക്കും. ഈ കാട കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബ്ലഡ് വേംസിനെ നമുക്ക് പിടിക്കാൻ പറ്റും നോക്കാം. ഗൈസ് കണ്ടോ ഗൈസ്, അങ്ങനെ നമ്മൾ ബ്ലഡ് വേംസിനെ പിടിച്ചിരുന്നു. മിസ്റ്റർ മാത്യൂസ്, ബ്ലഡ് വേംസ് ബ്ലഡ് വേമിന് കിട്ടിയ ഫോക്കസ് ആവില്ല. ഇതാണ് ഗൈസ് ബ്ലഡ് വേം. കണ്ട എന്റെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം.
കണ്ടോ കണ്ടോ പിടിച്ച് ഒരു ബ്ലഡ് വാൻ. ഇവിടെയും ബോട്ടിലിംഗ് ആണ്. അത്യാവശ്യം FCCPകളാണ് ഇവിടെ ഉള്ളത്. ഹെൽബോയ്, അവതാറുകളുണ്ട് ഇതിനുള്ളിൽ. മറ്റേ സ്റ്റാർ ഡസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മീനുകളെ പിന്നെയും കയ്യിലെടുത്ത് ക്രൂരമായി ഉപദ്രവിക്കുന്നു. അതെ അതെ, സ്റ്റാർ ഡസ്റ്റ്. സ്റ്റാർഡസ്റ്റ് അല്ല, അത് നെബുല. നെബിലാണത്, പേരറിയില്ല ഗൈസ്, പുതിയ പേരൊക്കെ. ഇവിടെയാണ് മാത്യു ചേട്ടൻ ഏറ്റവും അതൊരു ബ്രീഡ് ചെയ്ത് കേട്ടോ. അല്ല, ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ വളർത്തിയത് ഇവിടെ അല്ലേ? ആ, ടെറസിന്റെ പൊക്കത്ത് ഒത്തിരി വ്യത്യാസമുണ്ട്. മേളിലുള്ള ഗ്ലാസ് ടാങ്ക്സ് ഒക്കെ വൈൽഡുകൾക്ക് വേണ്ടിയിട്ട് മാത്രം. ഇതൊക്കെ വൈൽഡാണ്. വൈൽഡ് ഇത് നമ്മുടെ സാമുറൈ. ഇതിനുള്ള കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടോ നോക്കൂ ഗൈസ്. ഇതൊക്കെ കണ്ട പിള്ളേരുകള്. പിള്ളേഴ്സ് ചില്ലിങ് വിത്ത് മൊയ്ന. കുറേ മൊയ്നകളുണ്ട് കൂടെ. ഇതിന് വീഡിയോയിൽ വരുമ്പോൾ എങ്ങനെ കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ഇപ്പം ഈ ഇതിൻ്റെ മുകളിലാണ് നെറ്റ് ഇരിക്കുന്നുണ്ടല്ലേ? ആ നെറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിളിക്കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ കാടൊക്കെ ഇതിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. മാത്യുവിടെ ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണ്. എന്താ ചെയ്യുക, ഓരോ ട്രിക്ക് എല്ലായിടത്തും. ഞങ്ങൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് എല്ലായിടത്തും ഉള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ആദ്യം പറഞ്ഞു കൊടുത്തത് മീനുകളുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വിശ്വസിച്ച്. അതെ അതെ, ഇതിനുള്ളൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ സീക്രട്ട് ആണ്, ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ല. ഇങ്ങോട്ട് ചാടാനുള്ളൊരു ആ, മഴ ഇങ്ങനെ ചാടി അങ്ങോട്ട് ഒരു മാറല്ലേ? കണ്ടിട്ടില്ല, പിള്ളേർ ഇങ്ങനെ പിടിച്ചാൽ മീനുകൾക്ക് ഇവിടെ അങ്ങോട്ട്. ഗൈസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കാം മീനെ കൊണ്ട്. മറ്റേ ഇത് പാട പിടിച്ച് നിൽക്കണമെന്ന് നോക്കണ്ട. ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അടിയിൽ നല്ല ക്ലിയർ വെള്ളമാണ്. വെള്ളത്തിനുള്ളിൽ നിറച്ചും കളറ് മീനുകളാണ്. ഇതിനുള്ളുണ്ട്. പത്ത് മിനിറ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇപ്പോൾ 1 മണിക്കൂറിനുള്ള ഫുട്ടേജ് ഉണ്ട്. ഇനി അതൊക്കെ എഡിറ്റ് ചെയ്ത് എന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ഡേറ്റ് ചെയ്യാം. ആ, ഇത് ആണ് ഡിവൈൻ ബെറ്റാസ്. അതായത് എന്താ അതെ അതെ ചുള്ളന ഗൈസ്. ചുള്ളനാണ് കമന്റ് ചെയ്തോട്ടാ, ഇല്ലെങ്കിൽ വിഷമാവും ഗൈസ്. ഈ മാത്യു ചേട്ടൻ എത്ര വയസ്സെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഏകദേശം ഈ നരയൊക്കെ വെച്ചിട്ട് എത്ര വയസ്സെന്ന് പറയാൻ പറ്റുമോ? സ്റ്റൈൽ ഓക്കെ. കാലത്തിന് പൗഡർ തേച്ച് തൂക്കണമെന്ന് തോന്നുന്നുണ്ടല്ലേ? ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു കൊടുക്കാനൊക്കെ പറയണ്ടത്. ക്ലോസപ്പ് കോൾഗേറ്റ് കാണിച്ചു ചിരിച്ച്. അപ്പൊ ഇതാണ് ഡിവൈൻ. ഇതാണ് നമ്മുടെ ഡിവൈൻ പെറ്റാസിന്റെ ഫാം. ഒരു ഫാം ടൂർ. അതന്നെ, ഫാം ടൂറിന്റെ ഫീലിംഗ് എനിക്ക് 5-6 പേരും ഉണ്ടെങ്കിൽ കുറെ ഓണമായാണ് ഞാൻ പറയുമായിരുന്നു. അതെ അതെ, ഇതൊരു ഗോളടിക്കുന്ന എനിക്കൊരു പരിചയം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിരൺ ബ്രോവും അതേപോലെ തന്നെ ഫർഹാൻ അതേപോലെ തന്നെ ജിമ്മി ചേട്ടൻ ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടി പൊളിക്കായിരുന്നു. പക്ഷെ അവരൊന്നും ഇവിടെ ഇല്ല. നമുക്കൊരു പ്രാവശ്യം പ്ലാൻ ചെയ്ത് വന്ന വരവല്ല. അതെ, മഴ കാരണം കയറിയതാണ്. ഞാൻ പറയണമെന്ന് പറഞ്ഞോണ്ടിരുന്നത് മഴ പെയ്തുകൊണ്ട് പെട്ടുപോയിട്ട് എന്റെ അടുത്ത് വന്ന ആളാണ്. ഇല്ലാണ്ടെങ്കിൽ ഞാൻ വന്നേനെ. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് പറയുന്നത്, ചെയ്യാം. അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടുന്നവരെ ബൈ. ഗൾഫിൽ നിന്ന് വീഡിയോ എടുക്കണം കേട്ടോ. ചെയ്തിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെക്കൻ ചെയ്യുമായിരിക്കും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ, എങ്കിലേ ചെയ്യുള്ളൂ. കമന്റ് ചെയ്യണം കേട്ടോ. ഒരു 5000 വ്യൂസ് ഈ വീഡിയോക്ക് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും ഫിഷിംഗ് വീഡിയോ ഖത്തറിൽ നിന്ന് ഇടാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ.